മൂന്നാം വഴി വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിത്യ. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകളിലേക്ക്. പല കാരണങ്ങളാൽ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്തവർക്ക് പരമാവധി ഇളവുകൾ അനുവദിച്ച് ആശ്വാസമേകി തിരിച്ചടവ് പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സഹകരണ വകുപ്പ് നടപ്പാക്കുന്ന നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി മാർച്ച് 1 മുതൽ 31 വരെ നീട്ടിയതായി സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ അറിയിച്ചു. 2023 നവംബർ 1 മുതൽ 2024 ജനുവരി 31 വരെ കുടിശ്ശിക നിവാരണ പദ്ധതി നടപ്പാക്കാനാണ് അനുമതി നൽകിയത്. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിച്ച നടപടി ഹൈക്കോടതി അംഗീകരിച്ചു. നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ലയന നടപടി ശരിവെച്ച് ഉത്തരവിട്ടിരുന്നു. ഇത് ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. ജസ്റ്റിസുമാരായ അമിത് റാവൽ, CS സുധ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. കേരള ബാങ്കിൽ ലയിപ്പിച്ച സഹകരണ രജിസ്ട്രാറുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് മലപ്പുറം ജില്ലാ ബാങ്ക് പ്രസിഡന്റായിരുന്ന UA ലത്തീഫ്, MLA PT അജയ മോഹനൻ, മലപ്പുറം ജില്ലയിലെ 93 പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ പ്രസിഡന്റുമാർ എന്നിവരായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജി 2023 ഒക്ടോബറിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയതാണ്. ഇതിനെതിരെ സമർപ്പിച്ച ഹർജിയാണ് വ്യാഴാഴ്ച തള്ളിയത്. ഒന്നിലധികം സംസ്ഥാനങ്ങൾ പ്രവർത്തന പരിധിയായുള്ള മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘവും അതിലെ അംഗവും തമ്മിൽ എന്തെങ്കിലും കാര്യത്തിൽ തർക്കമുണ്ടായാൽ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറങ്ങൾക്ക് ഇടപെടാനാകില്ലെന്നാണ് കൊൽക്കത്ത ഹൈക്കോടതി ഫെബ്രുവരി 20 പുറപ്പെടുവിച്ച ഒരു വിധിയിൽ പറയുന്നത്. ഒരു മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘത്തിൽ നിന്ന് വായ്പയെടുത്ത ഒരംഗമാണ് പരാതിക്കാരൻ. സംഘത്തിൽ നിന്നെടുത്ത വായ്പ മുഴുവൻ തിരിച്ചടച്ചിട്ടും തനിക്ക് നിയമാനുസൃതം തിരിച്ചു കിട്ടേണ്ട തുക തന്നില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി. സംഘത്തിനെതിരെ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിൽ പരാതി നൽകി. പരാതിക്കാരുണ്ടായിരുന്ന മാനസിക പീഡനത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം എന്നായിരുന്നു ജില്ലാ ഫോറത്തിന്റെ വിധി. സംസ്ഥാന ഫോറവും ഈ വിധി ശരിവെച്ചു. തുടർന്ന് സഹകരണ സംഘം കൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചു. കേരള സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിക്കായി രൂപവൽക്കരിച്ചിട്ടുള്ള കൺസോർഷ്യത്തിലേക്ക് സഹകരണ സംഘങ്ങളിലെ മിച്ചധനം 1 വർഷത്തെ കാലാവധിയിൽ നിക്ഷേപിക്കാൻ സഹകരണ സംഘം രജിസ്ട്രാർ അനുമതി നൽകി. പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾക്കും എംപ്ലോയി സംഘങ്ങൾക്കും മറ്റു പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കും കൺസോർഷ്യത്തിൽ നിക്ഷേപിക്കാം. ഇതിന് 9.1% പലിശ നൽകും. രാജ്യത്തെ 81 മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ അടച്ചുപൂട്ടാൻ കേന്ദ്ര സഹകരണ മന്ത്രാലയം തീരുമാനിച്ചു. ഇതിനുള്ള സമാപ്തീകരണ നടപടി പൂർത്തിയാക്കാനായി ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. 14 സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളാണ് അടച്ചുപൂട്ടൽ നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. ഒഡീഷ 11, രാജസ്ഥാൻ 19, ഡൽഹി 11, മഹാരാഷ്ട്ര 13, ഉത്തർപ്രദേശ് 9, ജാർഖണ്ഡ് 1, ആന്ധ്രാപ്രദേശ് 1, തെലങ്കാന 2, തമിഴ്നാട് 3, ചണ്ഡീഗഡ് 1, പഞ്ചാബ് 1, ഗുജറാത്ത് 2, ബീഹാർ 1, ബംഗാൾ 5 എന്നിങ്ങനെയാണ് ഓരോ സംസ്ഥാനത്തെയും അടച്ചുപൂട്ടുന്ന മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളുടെ കണക്ക്. മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളിലെ CEOമാർക്ക് യോഗ്യതയും അയോഗ്യതയും നിശ്ചയിച്ച് കേന്ദ്ര സഹകരണ സംഘം രജിസ്ട്രാർ. നിശ്ചയിച്ച യോഗ്യതയില്ലാത്തവർ അതിവേഗം പദവി ഒഴിയണമെന്നാണ് നിർദ്ദേശം. മറ്റേതെങ്കിലും ബിസിനസ്സിൽ പങ്കാളിത്തമുള്ളവർക്കും വേറെ എന്തെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്കും മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘത്തിൽ CEO പദവി വഹിക്കാനാവില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇഷ്ടമുള്ളവരെ ഇഷ്ടം പോലെ നിയമിക്കുന്ന രീതിക്കാണ് കേന്ദ്ര സഹകരണ സംഘം രജിസ്ട്രാർ വിലക്കിട്ടത്. കണ്ണൂർ AKG സഹകരണ ആശുപത്രിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസിൽ 76 തസ്തികകളിൽ അനുവദിച്ച് സർക്കാർ. കേരള ആരോഗ്യ സർവകലാശാലയുടെ അനുമതിയോടെ 5 ഡിഗ്രി കോഴ്സുകളും മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ഡയറക്ടറേറ്റ് അനുമതിയോടെ 8 ഡിപ്ലോമ കോഴ്സുകളും ഇൻസ്റ്റിറ്റ്യൂട്ടിന് ലഭിച്ചിട്ടുണ്ട്. ഇവ നടത്തുന്നതിന് യോഗ്യതയുള്ള ജീവനക്കാരെ നിയമിക്കേണ്ടതുണ്ടെന്ന ആശുപത്രി സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ചാണ് സർക്കാർ നടപടി. ഒരു പ്രദേശത്ത് സമാന രീതിയിലുള്ള മറ്റൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് കരുതി പുതിയൊരു സംഘത്തിന് രജിസ്ട്രേഷൻ നിരസിക്കാൻ പാടില്ലെന്ന് കർണാടക ഹൈക്കോടതി വിധിച്ചു. കർണാടക ഹൈക്കോടതിയുടെ ധർവാഡ് ബെഞ്ച് മുമ്പാകെ വന്ന റിട്ട് ഹർജിയിൽ ജസ്റ്റിസ് ഹേമന്ത് ചന്ദൻ ഗൌഡർ ഫെബ്രുവരി 6 ഈ ഉത്തരവിട്ടത്. ഏഴാമല സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള കോക്കനട്ട് കോംപ്ലക്സിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മയൂരം വെളിച്ചെണ്ണ വിദേശ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി ആരംഭിച്ചു. ഖത്തറിലേക്കുള്ള ആദ്യ ഓർഡർ ബാങ്ക് ചെയർമാൻ മനയത്ത് ചന്ദ്രൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. കർഷകരിൽ നിന്നും സംഭരിക്കുന്ന നാളികേരം ഡ്രയർ ഉപയോഗിച്ച് ഉണക്കി കൊപ്രയാക്കി അത് ഗ്രേഡ് ചെയ്ത് ഏറ്റവും ഗുണനിലവാരമുള്ള കൊപ്ര ഉപയോഗിച്ചാണ് വെളിച്ചെണ്ണ നിർമ്മിക്കുന്നത്. എണ്ണ ഉപയോഗിക്കാതെ ഫ്രൈ ചെയ്തെടുത്ത നാളികേര ചിപ്സ്, ഡെസ്കേറ്റഡ് കോക്കനട്ട്, അരച്ച തേങ്ങ എന്നിവ ഉടൻ തന്നെ വിപണിയിൽ ഇറക്കുമെന്ന് ചെയർമാൻ പറഞ്ഞു.
എറണാകുളം കണയന്നൂർ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് സംസ്ഥാന സർക്കാരിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി മുളന്തുരുത്തി വേഴംപറമ്പിൽ 1.5 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത ഹരിതം സഹകരണം മഞ്ഞൾ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ബാങ്ക് പ്രസിഡന്റ് MP ഉദയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജൈവ രീതിയിൽ കൃഷി ചെയ്ത മഞ്ഞൾ സംസ്കരിച്ച് ഹരിതം സഹകരണം മഞ്ഞൾപ്പൊടി എന്ന പേരിൽ ബാങ്കിൽ നിന്നും ലഭ്യമാക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകൾ ഇവിടെ അവസാനിച്ചു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും നിങ്ങൾക്കും നൽകാം. അതിനായി 3amvazhi@gmail.com എന്ന മെയിൽ ID യിലേക്കോ 6238500515 എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടുക.